മണിപ്പൂരിൽ പുതിയ BJP സർക്കാർ ഉടൻ അധികാരമേൽക്കും. BJP നേതാവ് യുനാം ഖേംചന്ദ് സിംഗ് മുഖ്യമന്ത്രിയാകും. നാഗ പീപ്പിൾ ഫ്രണ്ടിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയിട്ടുണ്ട്. ഈ മാസം 12-ന് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം അവസാനിപ്പിക്കാൻ ഇരിക്കെയാണ് നിർണായകമായ നീക്കം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, മണിപ്പൂരിൽ BJPയുടെ പുതിയ സർക്കാർ അധികാരമേൽക്കാൻ പോകുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ, മണിപ്പൂരിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ BJPക്കുള്ളിൽ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഡൽഹിയിലെത്തിയിരുന്നു. അത്തരത്തിൽ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകൾക്കൊടുവിൽ BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി മുതിർന്ന നേതാവ് യുനാം ഖേംചന്ദ് സിംഗിനെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ മണിപ്പൂരിൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രപതി ഭരണം അവസാനിക്കാനിരിക്കുകയാണ്. 12-ാം തീയതി, ഈ മാസം 12-ാം തീയതിയോടുകൂടി രാഷ്ട്രപതി ഭരണത്തിന്റെ കാലാവധി അവസാനിക്കും. അതിനുശേഷം ഉടൻ തന്നെ BJPയുടെ പുതിയ സർക്കാർ യുനാം ഖേംചന്ദ് സിംഗിന്റെ നേതൃത്വത്തിൽ അധികാരമേൽക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാകുകയാണ്. നേരത്തെ മെയ്തി, കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 13-നായിരുന്നു 6 മാസത്തേക്ക് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത്. പിന്നീട് 6 മാസത്തേക്ക് കൂടി രാഷ്ട്രപതി ഭരണം നീട്ടുകയുണ്ടായി. ഈ കാലയളവിനുള്ളിൽ അവിടെ സുരക്ഷാ സേന നടത്തിയിട്ടുള്ള ഇടപെടൽ, ഒപ്പം ഗവർണറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമാധാന സമിതി നടത്തിയിട്ടുള്ള നീക്കങ്ങളിലൂടെയും മണിപ്പൂരിലെ സംഘർഷങ്ങൾക്ക് ഒരു പരിധിവരെ അയവ് വരുത്താനും മെയ്തി, കുക്കി വിഭാഗങ്ങൾ തമ്മിൽ സമാധാന ചർച്ചകൾ നടത്താനും സാധിച്ചിട്ടുണ്ട്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം മുതലെടുത്തുകൊണ്ട് അതൊരു വർഗീയ സംഘർഷമാണെന്ന് വരുത്തി തീർക്കാനും മണിപ്പൂരിലും വടക്കുകിഴക്കൻ മേഖലയിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും മനഃപൂർവ്വമായ ഇടപെടൽ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ടായി എന്ന റിപ്പോർട്ട് നേരത്തെ ഇന്റലിജൻസ് വിഭാഗം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, ജനങ്ങളുടെ സമാധാനം കളഞ്ഞുകൊണ്ട് ആയുധമെടുക്കുന്നവർക്കെതിരെ അതേ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഒരേ സമയം സുരക്ഷാ നടപടിയും മറുവശത്ത് സമാധാന ശ്രമത്തിലൂടെയുമാണ് മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ അയവ് വരുത്താൻ സാധിച്ചിട്ടുള്ളത്. അതിനിടയിലാണ് വീണ്ടും BJP സർക്കാർ അധികാരത്തിലേറുന്നത്. 2022-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60-അംഗ നിയമസഭയിൽ 30 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിക്കൊണ്ട് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു. പിന്നീട് നാഗ പീപ്പിൾ ഫ്രണ്ടിനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് BJP ഭരണ തുടർച്ച നേടിയത്. 2017-ലായിരുന്നു ആദ്യമായി അവിടെ അട്ടിമറിയിലൂടെ BJP ഭരണം പിടിച്ചെടുത്തത്. അത്തരത്തിൽ വടക്കിഴക്കൻ മേഖല പൂർണ്ണമായും BJP രാഷ്ട്രീയത്തിലേക്ക് വഴിമാറിയപ്പോഴായിരുന്നു മുൻപ് ആരംഭിച്ച ഈ മെയ്തി, കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായത്. അതേ തുടർന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഭരണം ഈ മാസം 12-ന് അവസാനിക്കും. വളരെ വേഗത്തിൽ BJPയുടെ പുതിയ സർക്കാർ മണിപ്പൂരിൽ അധികാരത്തിലേറും. വിനോദ്.